ഒരു മേണ് പഠിക്കണോ, മീൻ പഠിക്കണോ, അല്ലെങ്കിൽ ജാങ്കോ എടുക്കണോ, പൈത്തൺ ആണോ സ്കോപ്പ്, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ആണോ സ്കോപ്പ്, ഞാൻ ഫ്ലട്ടർ പഠിച്ചാലോ, അല്ലെങ്കിൽ റിയാക്ട് നേറ്റീവ് പഠിക്കാമോ, അല്ലെങ്കിൽ റിയാക്റ്റോ, അല്ലെങ്കിൽ ആംഗുലാറോ, അപ്പോൾ ഏതാണ് സ്കോപ്പ്, ഏതിപ്പോൾ പഠിക്കാൻ ഏറ്റവും ബെറ്റർ? ഇങ്ങനെ കുറേ കൺഫ്യൂസ്ഡ് ആയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. കാരണം പല ആളുകളും പലതാണ് പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ലൈബ്രറി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്പർ ആകരുത്. കാരണം ഓരോ ദിവസവും ഓരോ ലൈബ്രറിയും ഫ്രെയിം വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ പോകാം, നിങ്ങൾ ഒരു ഫ്രെയിം വർക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു ഡെവലപ്പർ ആണ് എന്നുണ്ടെങ്കിൽ. കാരണം ഓരോ ദിവസവും ഓരോ പുതിയ ജെഎസ് ലൈബ്രറീസും ഫ്രെയിം വർക്ക്സ് ഒക്കെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഏത് ഫീൽഡാണെങ്കിലും അതിൻ്റെ ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് സെറ്റാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് കേസിൽ വരുന്ന സമയത്ത് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ഇത് നിങ്ങൾ നേരിട്ട് പഠിച്ച് ഇതിൽ മാസ്റ്റർ ചെയ്യുക. സോ നിങ്ങൾ പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ, HTML, CSS ഈ കാര്യങ്ങൾ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം കമ്പനികൾക്ക് എപ്പോഴും പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന, പെട്ടെന്ന് അഡാപ്റ്റ് ആവുന്ന ഡെവലപ്പേഴ്സിനാണ് വേണ്ടത്. സോ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ, ഈ ഫണ്ടമെൻറ്റൽസ് പ്രോപ്പറായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നാളെ ഏത് ലൈബ്രറി വന്നാലും ഏത് ഫ്രെയിം വർക്ക് വന്നാലും നിങ്ങൾക്ക് 2-3 ദിവസം മതി അത് പഠിച്ചെടുക്കാൻ. സോ അതാണ് അവിടെ വരുന്നൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ലൈബ്രറി ആണെങ്കിലും ഏത് ഫ്രെയിം വർക്ക് ആണെങ്കിലും അതിൻ്റെ ട്രെൻഡും സ്കോപ്പൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. ഈ കോഴ്സ് സെല്ല് ചെയ്യുന്ന ആളുകൾ നല്ല ഹൈപ്പ് കയറ്റി ഓരോ ഫ്രെയിം വർക്കും ഓരോ പുതിയ ടെക്നോളജീസൊക്കെ ഹൈപ്പ് കയറ്റി വിടും അവരുടെ കോഴ്സ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനൊരു എക്സാമ്പിളാണ് ഫ്ലട്ടർ എന്നൊക്കെ. സോ ഫ്ലട്ടറിനെ പറ്റിയുള്ളൊരു വീഡിയോ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ നിങ്ങളൊരിക്കലും ഒരു സ്കോപ്പ് നോക്കി പഠിക്കരുത്. കാരണം ചിലപ്പോൾ ആ ഒരു സാധനം അപ്പോൾ സ്കോപ്പ് ഉണ്ടാകാം, പക്ഷേ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞ് ജോബിലോട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാകും. സോ ന്യൂ ഫ്രെയിം വർക്ക് ആണെങ്കിലും ഇതൊക്കെ വരുന്ന സമയത്ത് ആണെങ്കിൽ പോലും ചില ആളുകൾ പറയുന്നതാണ്, പുതിയ ഏതെങ്കിലുമൊക്കെ ഒരു ഫ്രെയിം വർക്ക് വന്നു കഴിഞ്ഞാൽ ഇനി അതാണ് സ്കോപ്പ്, എല്ലാവരും അത് പഠിക്കുമെന്ന് പറയും. കമ്പനീസ് ഒരിക്കലും ഒരു പുതിയ ടെക്നോളജി വന്നു വെച്ചിട്ട് അപ്പം തന്നെ അങ്ങ് അത് എടുക്കുന്നില്ല. കാരണം കമ്പനീസിന് കുറേ ഡിപ്പെൻഡൻസീസ് ഉണ്ടാക്കും. സോ കമ്പനിക്ക് പെട്ടെന്നൊരു സ്റ്റാക്കിൽ നിന്ന് പെട്ടെന്ന് സ്റ്റാക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫ്രീലാൻസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീലാൻസിൽ വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഫയൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ആയിരിക്കില്ല ഒരു കമ്പനിയുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യം കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ AI ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ AI ഒക്കെ 100% ഓട്ടോമേറ്റ് ചെയ്യും. സോ അത് വേറെ വിഷയമാണ്. സോ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞങ്ങളൊരു പോഡ്കാസ്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഒരിക്കലും ഈ കോഴ്സ് സെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ ട്രാപ്പിൽ പെടരുത്, അവരുടെ ഹൈപ്പിൽ പെടാതിരിക്കുക എന്നുള്ളതാണ്. ഫൗണ്ടേഷൻ സെറ്റാക്കിയതിന് ശേഷം നിങ്ങൾ മേണോ, മീനോ, ജാങ്കോ ഏതാച്ചാൽ എടുക്കുക. ഞാൻ കൂടുതൽ ആളുകളോട് മേൺ എടുക്കാനാണ് പറയാറുള്ളത്. കാരണം ജോബൊക്കെ നോക്കുന്ന സമയത്ത് കൂടുതൽ മേണിനാണ് ഓപ്പണിങ്സ് കൂടുതൽ. കാരണം ഫ്രണ്ട് എൻഡിൽ ജാവാസ്ക്രിപ്റ്റ് ആവുന്ന സമയത്ത് ബാക്ക് എൻഡിലും Node.js ആണ്, ബാക്ക് എൻഡിലും ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കമ്പനീസും അതാണ് പ്രിഫർ ചെയ്യാറ്. ഓക്കെ, അത് കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. സോ അത് ഓരോ പ്രൊജക്റ്റിനനുസരിച്ചാണ് ഏത് സ്റ്റാക്ക് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ. പക്ഷേ ഞാൻ കൂടുതലും മേണിന് ഓപ്പണിങ്സ് കൂടുതൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ഇനിയിപ്പോൾ നിങ്ങൾ ഏത് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഫസ്റ്റ് പോകുന്ന കമ്പനി ചിലപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ മേണിലായിരുന്നു പ്രൊജക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ ഇപ്പോൾ ഫസ്റ്റ് കമ്പനിയിലോട്ട് പോയ സമയത്ത് അവിടെ മേണൊന്നല്ല. സോ അവിടെ ഞാൻ പഠിച്ചത് ആംഗുലാറാണ്. സോ ആംഗുലാർ, പിന്നെ ബാക്ക് എൻഡിലോട്ട് എത്തിയ സമയത്ത് AWS ഡെവലപ്മെൻ്റ് ആണ് അവിടെ DynamoDB, ലാംഡ എന്നീ കാര്യങ്ങളൊക്കെയാണ് അവിടെ. പക്ഷേ അവർ സ്റ്റിൽ എന്നെ ഹയർ ചെയ്തു. സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനുള്ള ക്യാപ്പബിലിറ്റീസ് ഉണ്ട്, അഡാപ്റ്റ് ആവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ ഏത് ടെക്നോളജിയാണ് അറിയുന്നത് എന്ന് നോക്കില്ല. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. സോ നിങ്ങൾക്ക് നല്ല പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ടെക്നോളജീസ് കുറച്ചൊക്കെ അറിയുള്ളെങ്കിൽ പോലും അവരെടുക്കും. കാരണം അവരുടെ കമ്പനി ചിലപ്പോൾ നിങ്ങൾ പഠിച്ച മേണും MongoDB ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. ഓക്കെ, നിങ്ങൾ ലീഡ് കോഡ്, ഹാക്കർ റാങ്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നല്ല ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ മീണോ ഏതെങ്കിലുമൊക്കെ എടുക്കുക, പക്ഷേ നിങ്ങൾ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ആൽഗോരിതം സ്കിൽസ് നല്ല ഡെവലപ്പ് ചെയ്യുക. സോ എപ്പോഴും ലിങ്ക്ഡിൻ, നൗക്കറി, ഇൻഡീഡ് ഇതിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഏതാ ഓപ്പണിംഗ് ഉള്ളത് നോക്കി, കൂടുതൽ ഓപ്പണിംഗ് ഏതാണുള്ളത് നോക്കിയിട്ട് അത് പഠിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ മുന്നൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേണം എന്നുള്ളതാണ്. സോ അത് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. സോ ഫസ്റ്റ് ഒരു ജോബിലോട്ട് കയറിയിട്ട് പിന്നെ നിങ്ങൾക്ക് വേറെ ടെക്നോളജീസൊക്കെ പഠിച്ചിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കളിക്കാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.